അസ്ലമിലേക്ക് വീണ്ടും. അസ്ലം, ഈ 1 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഇതുവരെ പ്രഖ്യാപിച്ചോ? ഇത് അപര്യാപ്തമല്ലേ ഈ തുക? സംസ്ഥാന സർക്കാർ ഇതുവരെയും ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മേയർ പറഞ്ഞതിന് മേയറിന്റെ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ കൊടുക്കും. തുടർന്ന് കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെടും അടിയന്തരമായ ധനസഹായം പ്രഖ്യാപിക്കാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്രയാണെന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അപര്യാപ്തം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സാധാരണഗതിയുള്ള ഒരു അപകടം അല്ല. കാരണം പൊളിക്കാൻ വെച്ച കോർപ്പറേഷന്റെ അധീനതയുള്ള ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണാണ് 4 തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളികൾ മരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഗൗരവവും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു തുകയെങ്കിലും നഷ്ടപരിഹാരമായി കുടുംബങ്ങൾക്ക് നൽകേണ്ട ബാധ്യത കോർപ്പറേഷന് പ്രാഥമികമായി ഉണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാരിന് അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 1 ലക്ഷം രൂപ മാത്രമാണ് നിലവിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50,000 രൂപയുടെ പരിക്കേറ്റ ആൾ നൽകിയിരിക്കുന്നത് തികച്ചും അപര്യാപ്തമാണെന്ന് വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. BJP അല്പസമയത്തിന് തന്നെ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ UDF-ന്റെ കക്ഷികളും പ്രതിഷേധവുമായി എത്തും. 26-ാം തീയതി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മറ്റന്നാൾ അതും ഒരു പ്രതിഷേധത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സാങ്കേതികമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അതെന്തായാലും കാരണം കൃത്യമായി 2022 തന്നെ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടം എന്തുകൊണ്ട് ആ നടപടികളിലേക്ക് പോയില്ല? പലതവണയും സീലിംഗ് ഉൾപ്പെടെ പൊളിഞ്ഞു വീഴുന്നു എന്നുള്ള പരാതികൾ ലഭിച്ചിട്ടും ആ ഒരു കെട്ടിടത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അവിടെ ഒഴിപ്പിച്ചില്ല? പുതിയ ലൈസൻസ് കൊടുത്തില്ല എന്ന് പറയുമ്പോഴും നിലവിലുള്ള ആൾക്കാർ ലൈസൻസ് പുതുക്കി നൽകുകയും ചെയ്യുന്നുണ്ട്. അവിടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതുക്കി പണിതും മറ്റുമൊക്കെ പുതിയ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഈ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ കോർപ്പറേഷൻ സംവിധാനങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നിട്ടും നടപടികളിലേക്ക് പോയില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു ഉത്തരവാദിത്തമില്ലായ്മയായി തന്നെ വിലയിരുത്തപ്പെടും. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇനിയും പോകും. ഇന്നിപ്പോൾ മേയർ പറഞ്ഞ ഒരു സാങ്കേതികമായ ന്യായം ഒരുപക്ഷെ പ്രതിപക്ഷമൊന്നും അംഗീകരിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല ഇപ്പോൾ പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപ എന്ന് പറയുന്ന നഷ്ടപരിഹാരവും വളരെ തുച്ഛമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്കും സ്വാഭാവികമായിട്ടും ഇനിയും നീങ്ങും. ശരി അസ്ലം.